നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. കോഴിക്കോട് 14 വയസ്സുകാരൻ മരിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വർദ്ധിക്കുന്നതിനിടെ കോഴിക്കോട് ഫറോക്ക് സ്വദേശി മൃദുൽ എന്ന 14-കാരൻ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചു. ജൂൺ 24-നായിരുന്നു കുട്ടിയെ രോഗലക്ഷണങ്ങളോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കുന്ന കുട്ടികളുടെ എണ്ണം 3ആയി. SFIയെ അധിക്ഷേപിക്കാൻ ബോധപൂർവം ശ്രമം. ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. മുഖ്യമന്ത്രി. SFIയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. SFIയെ അധിക്ഷേപിക്കാൻ ബോധപൂർവം ശ്രമമെന്ന് മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകി നിയമസഭയിൽ പറഞ്ഞു. SFI പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ 35 പേർ കൊല ചെയ്യപ്പെട്ടു. ഇത്തരം ഒരു അനുഭവം KSUവിന് പറയാനുണ്ടോ എന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി ചോദിച്ചു. കോഴിക്കോട് സ്വകാര്യ ബസും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചു, നിരവധി പേർക്ക് പരിക്ക്. കോഴിക്കോട് കോരപ്പുഴ പാലത്തിന് സമീപം ടിപ്പർ ലോറിയിൽ ഇടിച്ച് സ്വകാര്യ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്ക്. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ ആയതിനാൽ പരിക്കേറ്റവരിൽ വിദ്യാർത്ഥികളുമുണ്ട്. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറിയും മറിഞ്ഞു. അമിത വേഗമാണ് അപകടത്തിനിടയാക്കിയത്. മഴ പെയ്യുന്നതിനാൽ റോഡിലെ തെന്നലും കാരണമായി. ചായപ്പൊടിയിൽ മായം. മലപ്പുറത്ത് മായം കലർന്ന 140 കിലോ ചായപ്പൊടി പിടിച്ചെടുത്തു. സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. മായം കലർന്ന ചായപ്പൊടി പിടിച്ചെടുത്തു. മലപ്പുറത്ത് വേങ്ങൂരിലാണ് സംഭവം. വേങ്ങൂർ സ്വദേശി ആഷിഖ് എന്നയാളുടെ വീടിനോട് ചേർന്ന കെട്ടിടത്തിൽ നിന്നാണ് 140 കിലോഗ്രാമോളം ചായപ്പൊടി കണ്ടെടുത്തത്. ചായക്ക് കടുപ്പം കിട്ടാൻ വേണ്ടിയാണ് ചായപ്പൊടിയിൽ മായം കലർത്തിയതെന്നാണ് സംശയം. പിടികൂടിയ ചായപ്പൊടിയുടെ സാമ്പിൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് അയച്ചു. ആഷിഖിന്റേത് ചെറുകിട സംരംഭമെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പുറത്തുവിട്ടിട്ടില്ല. SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരം. തിരുത്തിയില്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ബാധ്യതയാകും. ബിനോയ് വിശ്വം. SFIയെ രൂക്ഷമായി വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരമെന്ന് ബിനോയ് വിശ്വം വിമർശിച്ചു. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും പാർട്ടി സജ്ജം. കെ സുരേന്ദ്രൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എപ്പോൾ പ്രഖ്യാപിച്ചാലും പാർട്ടി സജ്ജമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. BJP ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കും. ഇരു മുന്നണികൾക്കും എതിരായ ശക്തമായ അടിയൊഴുക്കാണ് ഉള്ളത്. വിജയിക്കാൻ കഴിയുന്ന നല്ല സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തും. LDFനും UDFനും വോട്ട് കുറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം BJPക്കാണ് കിട്ടിയതെന്നും UDFന് ഇതിന്റെ ആനുകൂല്യം കിട്ടിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. SSLC പാസ്സായവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നയം സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. പർവ്വതീകരിക്കേണ്ട കാര്യമില്ലെന്ന് സജി ചെറിയാൻ. 10ാം ക്ലാസ് പാസ്സായവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്ന നയം സർക്കാരിനില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സജി ചെറിയാൻ പ്രസംഗത്തിന്റെ ഒഴുക്കിന് വേണ്ടി പറഞ്ഞതാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എഴുത്തും വായനയും അറിയാത്ത ചില കുട്ടികളുണ്ട് എന്നാണ് പറഞ്ഞതെന്ന് മന്ത്രി സജി ചെറിയാൻ വിശദീകരിച്ചു. ജനാധിപത്യ രാജ്യമല്ലേ എന്നും ചർച്ച നടക്കട്ടെ എന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. വിഷയം പർവ്വതീകരിക്കേണ്ട കാര്യമില്ലെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു.
പാലക്കാട് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ല വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനില്ലെന്ന് വിമത കോൺഗ്രസ് നേതാവ് AV ഗോപിനാഥ്. പല നേതാക്കളും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ ഉള്ളതിനാൽ മത്സരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് SFI ആക്രമണത്തിന് ബലം വിമർശിച്ച് M വിൻസെന്റ്. കാര്യവട്ടം ക്യാമ്പസിൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ SFIയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിച്ച് M വിൻസെന്റ് MLA. കാര്യവട്ടം സംഘർഷത്തിൽ M വിൻസെന്റ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. SFI പ്രവർത്തകർക്കെതിരെ പരാതികൾ ഉയർന്നപ്പോഴെല്ലാം അതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണെന്ന് M വിൻസെന്റ് കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമാണ് SFI അക്രമത്തിന് ബലമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.